ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് എങ്ങനെ കൂടുതൽ മെമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് ഗ്രൂപ്പിലോട്ടാണ് നിങ്ങൾക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് മെമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കോൺടാക്ട്സിലോട്ട് എത്തുന്നതായിരിക്കും. നമ്മുടെ കോൺടാക്ട്സിൽ നിന്ന് ഏത് കോൺടാക്റ്റ് ആണോ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് എനിക്ക് ഈ ഒരു കോൺടാക്റ്റ് ആഡ് ചെയ്യണം. അപ്പം ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് ഇതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതുപോലെ കോൺടാക്റ്റ് അല്ല ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ലിങ്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ട് അതിൽ നിന്ന് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആഡ് മെമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇൻവൈറ്റ് ടു ഗ്രൂപ്പ് വിയ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോം വഴി വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരെ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് കൂടുതൽ പേരെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.